പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനെ കുറിച്ചാണ്. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പ്രോമിസറി നോട്ട് എന്താണെന്നുള്ള ക്ലാസ്സും ഇന്ന് ഉണ്ടായിരിക്കുന്നതായിട്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. Negotiable Instrument Act enacted in 1881 and came into force on 1st March 1882. 1882 മാർച്ച് 1 ഇതെന്ത് ചെയ്തത്? കെയിം ഇൻ ടു ഫോഴ്സ് ആയത് അല്ലേ? വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് 1st മാർച്ച് 1882. 1881 ഇത് എനാക്ട് ചെയ്തത്. ഓക്കെ, ഇനി നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. നെഗോഷ്യബിൾ മീൻസ് ട്രാൻസ്ഫറബിൾ ആൻഡ് ഇൻസ്ട്രുമെന്റ് മീൻസ് എനി റിട്ടേൺ ഡോക്യുമെന്റ് ക്രിയേറ്റിംഗ് എ റൈറ്റ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ. എന്താ പറയുന്നത്? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നെഗോഷ്യബിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിരിക്കും. ഒരാളെ, ഒരു സം പേഴ്സണെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിരിക്കും ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് നോക്കാം. മീൻസ് എ റിട്ടേൺ ഡോക്യുമെന്റ് ബൈ വിച്ച് എ റൈറ്റ് ഈസ് ഗിവൺ ടു എ പേഴ്സൺ which is transferable in accordance with the provisions of NI Act 1881. എന്താ പറയുന്നത്? ഇതൊരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അതെന്താ ചെയ്യുന്നത്? ഒരാൾക്ക് ഒരു റൈറ്റ് കൊടുക്കുക അല്ലേ? ഒരു പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നതിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആസ് പെർ സെക്ഷൻ 13 ഓഫ് NI ആക്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മീൻസ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് പേയബിൾ ഈതർ ടു ഓർഡർ ഓർ ടു ബിയറർ. എന്താ പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട് ആവാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവാം, ചെക്ക് ആവാം അല്ലേ? അത് ഒന്നെങ്കിൽ ഓർഡർ അനുസരിച്ച് ബിയറർ അനുസരിച്ച് പേ ചെയ്യുന്നതിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓൺലി 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആർ ഡീൽസ് ഇൻ NI ആക്ട്. NI ആക്ടിൽ 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഓക്കെ, negotiable instrument can be transferred in n number of times till the instrument become matured. എന്താ പറയുന്നത്? ഈ ഇൻസ്ട്രുമെന്റ് മെച്യൂർ ആവുന്നവരെ, ആ ഡേറ്റ് ആവുന്നവരെ അവർക്ക് എത്ര തവണ വേണമെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. n നമ്പർ ഓഫ് ടൈംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര തവണ വേണമെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാം മെച്യൂർ ആവുന്നവരെ. ഓക്കെ, ഇൻസ്ട്രുമെന്റ് മെൻഷൻഡ് നെയിം ഓഫ് പേയി ഈസ് ഓർഡർ ഇൻസ്ട്രുമെന്റ്. ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇൻസ്ട്രുമെന്റിൽ പേയിൻ്റെ പേരുണ്ടെങ്കിൽ അതെന്താണ്? ഓർഡർ ഇൻസ്ട്രുമെന്റ്. ഇന്ന ആൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നാണ് ഓർഡർ ഇൻസ്ട്രുമെന്റിന്റെ മീനിങ്. ഇനി ഇൻസ്ട്രുമെന്റ് നോട്ട് മെൻഷൻഡ് നെയിം ഓഫ് പേയി ഈസ് ബിയറർ ഇൻസ്ട്രുമെന്റ്. ബിയറർ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേയിൻ്റെ പേരുണ്ടാവില്ല, അതാണ് ബിയറർ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ 1989 NI ആക്ട് അമെൻമെന്റ് ടു റെഡ്യൂസ് ദ കേസ് ഓഫ് ഡിസോണർ ഓഫ് ചെക്ക്. എന്താ പറയുന്നത്? ഡിസോണറായി പോകാറുണ്ടല്ലേ പല കേസുകളിൽ. ചെക്ക് ചെക്കിലെ എമൗണ്ട് ഒന്നും കൊടുക്കില്ല, ബാങ്ക് കൊടുക്കില്ല, ഡിസോണറായി പോകാറുണ്ട്. അങ്ങനെയുള്ള കേസുകൾ കുറയ്ക്കുന്നതാണ്. അതിന് വന്ന അമെൻമെൻ്റ് ആണ് 1989. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ അമെൻമെന്റ് വന്നു 1989. എന്തിനു വേണ്ടി അത് വന്നേ? റെഡ്യൂസ് ദ കേസ് ഓഫ് ഡിസോണർ ഓഫ് ചെക്ക്. ഓക്കെ, ഇനി ഇൻ 2002 ഇറ്റ് ഫർദർ അമെൻഡഡ് ഫോർ പ്രൊവൈഡ് ടൈറ്റ് പണിഷ്മെന്റ് ഫോർ ബൗൺസിങ് ഓഫ് ചെക്ക്. ബൗൺസിങ് ഓഫ് ചെക്കിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത അമെൻമെന്റ് വന്ന് 2002 അമെൻമെന്റ് വന്നത്. ഓക്കെ, ബൗൺസിങ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ആ അക്കൗണ്ടിൽ എന്തുണ്ടാവില്ല, ബാലൻസ് ഉണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ സിഗ്നേച്ചർ മിസ്മാച്ച് ആയി, അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ബൗൺസിങ് ഓഫ് ചെക്ക് ഉണ്ടാവുക. അപ്പോൾ ബൗൺസിങ് ഓഫ് ചെക്കിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2002 അമെൻമെന്റ് വന്നത്. ഇനി 2017 മറ്റൊരു അമെൻമെന്റ് വന്നു. ഇൻ 2017 NI ആക്ട് ബിൽ പാസ്ഡ് ടു
to reduce the delay in legal proceedings pertaining of bouncing of check and to provide interim relief to payee in such cases. ഈ ബൗൺസിങ് ഓഫ് ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സിൽ ഡിലേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2017 അമെൻമെൻറ്റ് വന്നത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ? 1989 എന്താ സംഭവിച്ചത്? ഡിസോണർ ഓഫ് ചെക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമെൻമെൻറ്റ് വന്നത്. 2002 ബൗൺസിങ് ഓഫ് ചെക്കിന് പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2002 അമെൻമെൻറ്റ് വന്നത്. 2017 ആയപ്പം ഈ ബൗൺസിങ് ഓഫ് ചെക്കിൽ എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സിൽ ഡിലേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2017 അമെൻമെൻറ്റ് വന്നത്. ഓക്കെ, ഇനി നെഗോഷ്യബിലിറ്റി എന്താണെന്ന് നോക്കാം. നെഗോഷ്യബിലിറ്റി റെഫേഴ്സ് ടു ദ ലീഗൽ എബിലിറ്റി ടു ട്രാൻസ്ഫർ ദ ടൈറ്റിൽ ഓഫ് എ ഡോക്യുമെൻറ്റ് സച്ച് ആസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ഫ്രം വൺ പാർട്ടി ടു അനദർ ത്രൂ എൻഡോഴ്സ്മെൻറ്റ് ഓർ ഡെലിവറി. എന്താ നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ? നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ എബിലിറ്റിയാണ് അല്ലേ, ഒരു ലീഗൽ എബിലിറ്റിയാണ്. അതിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യാനുള്ള, ആ ഡോക്യുമെൻറ്റിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ലീഗൽ എബിലിറ്റീനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനത്തെ എന്തൊക്കെയാണ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ടൊക്കെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം നെഗോഷ്യബിലിറ്റീൻ്റെ. മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ്. എന്താ പറഞ്ഞേ? അതിൽ എഴുതിയിരിക്കണം, സൈനും ചെയ്തിരിക്കണം അല്ലേ. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ ഓർ ഡ്രോയർ വിത്ത് ദ സിഗ്നേച്ചർ ബീയിങ് എനി ഫോം ദാറ്റ് ഓതൻറ്റിക്കേറ്റ്സ് ദ റൈറ്റിംഗ് സച്ച് ആസ് മാർക്ക്, വേർഡ് ഓർ റബ്ബർ സ്റ്റാമ്പ്. ഓക്കെ, ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്തിരിക്കണം? റൈറ്റ് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. ആര്? ഉണ്ടാക്കുന്ന വ്യക്തി അല്ലേ, മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ എന്ന് പറയാം. ഓക്കെ, ഇനി അൺകണ്ടീഷണൽ പ്രോമിസ് ഓർ ഓർഡർ ടു പേ. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ഓർ ഓർഡർ ടു പേ എ സർട്ടൈൻ സം ഓഫ് മണി. ഞാൻ ഇത്ര പൈസ തന്നോളാം അല്ലെങ്കിൽ ഇത്ര പൈസ എനിക്ക് തന്നോളാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്ന ഒരു അൺകണ്ടീഷണൽ പ്രോമിസ് അതിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു അൺകണ്ടീഷണൽ പ്രോമിസ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഓർഡർ ടു പേ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ അതിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഇൻ മണി വിച്ച് മസ്റ്റ് ബി അസർട്ടൈനബിൾ ഫ്രം ദ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഒരു എമൗണ്ട് അതിലുണ്ടാവണം അല്ലേ, ഇത്ര എമൗണ്ട് പേ ചെയ്യാം എന്ന് പറയണമെങ്കിൽ എമൗണ്ട് അതിലുണ്ടായിരിക്കണം. പേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ ഡെഫിനിറ്റ് ടൈം. അതിനൊരു ടൈം ഉണ്ടാവും അല്ലേ. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി പേയബിൾ ഈതർ ഓൺ ഡിമാൻഡ്, ഒന്നെങ്കിൽ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഓർ അറ്റ് എ ഡെഫിനിറ്റ് ടൈം സച്ച് ആ സ്പെസിഫിക് ഡേറ്റ് ഓർ വിത്തിൻ എ ഫിക്സഡ് പീരിയഡ് ആഫ്റ്റർ സൈറ്റ്. എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് എപ്പോഴാണോ വേണമെന്ന് പറയുന്നത് അപ്പോൾ കൊടുക്കേണ്ടി വരും എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരിയഡ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, ആ സ്പെസിഫിക് ഡേറ്റ് അതിലുണ്ടായിരിക്കണം. ഇതാണ് എന്താ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. പേയബിൾ ടു ഓർഡർ ഓർ ബിയറർ. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി പേയബിൾ ടു ഓർഡർ ഓഫ് എ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ ടു ബിയറർ. ഓർഡർ അനുസരിച്ചായിരിക്കണം പേ ചെയ്യേണ്ടത് അല്ലേ. ഇനി വേർഡ്സ് ഓഫ് നെഗോഷ്യബിലിറ്റി. ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് കണ്ടെയ്ൻ വേർഡ് ഓഫ് നെഗോഷ്യബിലിറ്റി സച്ച് ആസ് പേ ടു ദ ഓർഡർ ഓഫ് ഓർ പേ ടു ബിയറർ വിച്ച് എക്സ്പ്ലിസിറ്റി ഇൻഡിക്കേറ്റ് ഇറ്റ്സ് നെഗോഷ്യബിൾ നേച്ചർ. ഇതിൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പറയും ഇന്ന ആൾക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടായിരിക്കും. പേ ടു ദ ഓർഡർ അനുസരിച്ച് വേണം പേ ചെയ്യാൻ, അല്ലെങ്കിൽ പേ ടു ബിയറർ അനുസരിച്ചായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, no other undertaking or instruction. The instrument must not require the maker or drawer to perform any act other than the payment of money. However, certain permissions related to collateral, judgment or waiver of legal protection may be included without affecting negotiability. ഇതിൽ മറ്റ് അണ്ടർടേക്കിംഗ്, മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് ഓഫ് മണി ചെയ്യാം എന്ന് പറഞ്ഞുള്ളൊരു പ്രോമിസ് മാത്രമായിരിക്കും ഇത്.
transferability and a holder in due course protection. The property in the instrument is transferred by delivery or by endorsement and delivery. The transferee, known as holder in due course, acquires the instrument free from defects in the title of prior parties and can sue in their own name. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പ്രൊട്ടക്ഷൻ, അത് ഒരു പ്രൊട്ടക്ഷൻ ഡിഫക്റ്റ് ഒന്നും ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നെഗോഷ്യബിലിറ്റീൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. 3 തരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിൽ പറയുന്നത്. ഒന്ന് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ വേർ ദ പേഴ്സൺ ഹൂ മേക്ക് ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് കോൾഡ് എ ഡെപ്റ്റർ. ദ ഡെപ്റ്റർ അൺകണ്ടീഷണലി പ്രോമിസ് ദ ക്രെഡിറ്റർ എ സർട്ടൻ സം ഓഫ് മണി ഇൻ എ സ്പെസിഫിക് പീരിയഡ്. എന്താ പറയുന്നത്? പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസാണ്. കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ളയാൾ എഴുതി കൊടുക്കുകയാണ്, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഈ പൈസ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആര്? ഡെപ്റ്റർ. അതായത് പൈസ കൊടുക്കാനുള്ളയാൾ എഴുതി കൊടുക്കുകയാണ്. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ക്രെഡിറ്റർക്കാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പം പ്രോമിസ് ചെയ്യുന്ന ആൾ, പൈസ ആരാണോ കൊടുക്കാനുള്ള അദ്ദേഹമാണ് ഇത് എഴുതുന്നത്. അദ്ദേഹത്തിന് നമുക്ക് പ്രോമിസർ എന്ന് പറയാം. അതുപോലെ തന്നെ ആർക്കാണോ കൊടുക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് പ്രോമിസി എന്ന് പറയാം. ഓക്കെ, എഴുതുന്ന ആൾ മേക്കർ അല്ലെങ്കിൽ ഡെപ്റ്റർ ആയിരിക്കും ഇവിടെ പ്രോമിസർ. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് എന്താണ് പ്രോമിസറി നോട്ടെന്ന്, അവിടെ ഞാൻ പറയാം. അപ്പോൾ ഇത് ഇത്രയും ആലോചിച്ചിരിക്കുക. ഒരു അൺകണ്ടീഷണൽ പ്രോമിസാണ്, ഞാൻ പൈസ തരാമെന്നും പറഞ്ഞ് പ്രോമിസ് തരുന്നതിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി bill of exchange, where the instrument instructs the drawee to pay the payee for a certain amount of money. The drawer prepares the bill. ഓക്കെ, bill of exchange എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ, അതായത് ആർക്കാണോ പൈസ കിട്ടേണ്ടത് അദ്ദേഹം എന്ത് ചെയ്യും? ഒരു ഇത് എഴുതും, നീ ഇന്ന ദിവസം എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞുകൊണ്ട്. ആരാ പറയുന്നത്? ക്രെഡിറ്റർ അല്ലേ എന്ന് പറഞ്ഞാൽ ആർക്കാണോ പൈസ കിട്ടേണ്ടത് അദ്ദേഹം എഴുതി തയ്യാറാക്കുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്നിട്ട് ഡെപ്റ്ററിനോട് പറയും നീ പൈസ തരണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കൊടുക്കുമ്പം, ഈ ബില്ല് കൊടുക്കുമ്പം അത് എഴുതുന്ന ടൈമിൽ അതൊരു ഡ്രാഫ്റ്റ് ആയിരിക്കും. ആ ഡ്രാഫ്റ്റിൽ ആര് സൈൻ ചെയ്തിരിക്കണം? പൈസ തരാനുള്ള ആൾ സൈൻ ചെയ്യണം. ഞാൻ ഇന്ന ദിവസം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്റ്റർ സൈൻ ചെയ്തിരിക്കണം. അക്സെപ്റ്റൻസ് നിർബന്ധമാണ്. അപ്പം ഇത്ര ആലോചിച്ചിരിക്കുക. ആർക്കാണോ പൈസ കിട്ടേണ്ടത്, അതായത് ക്രെഡിറ്റർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഡെപ്റ്ററിൻ്റെ അടുത്തേക്ക് കൊടുക്കും. എന്നിട്ട് പറയും ഇതിൽ സൈൻ ചെയ്യാൻ പറയും. അപ്പോൾ സൈൻ ചെയ്യുന്നതിനെയാണ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, ഇനി ചെക്ക്. അപ്പം ചെക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെയർ ദ ബാങ്ക് ഈസ് എ ക്രെഡിറ്റർ and the check is payable only on demand, where the depositor instructs the bank to pay the payee or the bearer a certain amount of money denoted in the check. ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് നമുക്ക് പൈസ തരും അല്ലേ. ഡിമാൻഡ് അനുസരിച്ച് തരുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാം? ചെക്ക് എന്ന് പറയാം. അപ്പം നമ്മൾ ഈ 3 എണ്ണവും ഓരോന്നും സെപ്പറേറ്റ് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോമിസറി നോട്ട് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ പ്രോ നോട്ട് എന്ന് പറയാം. സെക്ഷൻ 4 ഓഫ് NI ആക്ട് ഡീൽസ് വിത്ത് പ്രോമിസറി നോട്ട്. അപ്പോൾ പ്രോമിസറി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ഓഫ് NI ആക്ട് 1881 അല്ലേ. സെക്ഷൻ 4ലാണ് പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത്. പാർട്ടീസ് ആരൊക്കെയാണ്? പാർട്ടീസ് ഓഫ് പ്രോമിസറി നോട്ട്: പ്രോമിസർ, പ്രോമിസി. പ്രോമിസർ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ. ഞാൻ പറഞ്ഞു ആരാണോ ആ ലെറ്റർ, ആ പ്രോമിസറി നോട്ട് എഴുതുന്നത് അദ്ദേഹത്തെ നമുക്ക് ഡെപ്റ്റർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ആരാണോ നമുക്ക് പൈസ തരാനുള്ളത്, അല്ല പൈസ കൊടുക്കാനുള്ളത്. ഇപ്പം ഞാൻ മറ്റൊരാൾക്ക്, രാമു എന്ന് പറഞ്ഞ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ എഴുതി തയ്യാറാക്കുന്നതാണ് പ്രോമിസറി നോട്ട്. ഓക്കെ, ഞാൻ അതിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പം മേക്കർ, ഡ്രോയർ, പ്രോമിസർ, ഡെപ്റ്റർ എന്നൊക്കെ ആരെ പറയാം? ഈ പ്രോമിസറിനെ പറയാം. ഓക്കെ, ഇനി പ്രോമിസി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വേറൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു, രാമുവിന് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം രാമു ആരാണ്? ക്രെഡിറ്റർ ആണ് അല്ലേ.
കൊടുക്കാനുള്ള ആളാണ്. അപ്പം ക്രെഡിറ്ററെ നമുക്ക് പ്രോമിസി എന്ന് പറയാം. പ്രോമിസി, ഡ്രോയി, പേയി എന്നൊക്കെ പറയാം. ഓക്കെ, പേയി ഒന്നെങ്കിൽ എന്താവാം, ക്രെഡിറ്റർ ആവാം അല്ലേ, ഈ കൊടുക്കാനുള്ള ആൾ. അല്ലെങ്കിൽ ക്രെഡിറ്റർ പറയാണ് രാമുവിന് കൊടുക്കണ്ട, രാമു പറയാണ് നീ എനിക്ക് പൈസ തരണ്ട, നീ മറ്റൊരാൾക്ക്, റാം എന്ന് പറഞ്ഞ ആൾക്ക് പൈസ കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ പേയി എന്ന് പറയുന്നത് മറ്റൊരാളായിരിക്കും. ആരാണോ പൈസ റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ പേയി എന്ന് പറയാം. അത് വേണമെങ്കിൽ ഈ രാമു തന്നെ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റർ തന്നെ ആവാം. ആർക്കാണോ കൊടുക്കേണ്ടത് അദ്ദേഹത്തിനെ നമുക്ക് പേയി എന്ന് പറയാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 വ്യക്തികളാണുള്ളത്, പ്രോമിസർ, പ്രോമിസി. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ ടു പേ സർട്ടൈൻ സം ഓഫ് മണി ഓൺലി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, എഴുതിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് എഴുതിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്താ പറയുന്നത്, ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോമിസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, അതുകൊണ്ട് അതിനെ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്ന് പറയാം. സൈൻഡ് ബൈ ദ മേക്കർ, എന്നിട്ട് ഞാൻ തന്നെ സൈൻ ചെയ്യാണ്, ഞാൻ പൈസ തന്നോളാം എന്ന് പറഞ്ഞ് സൈൻ ചെയ്യാണ്. അതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റായി മാറി. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം, പൈസ തരാം, ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുവാണെങ്കിൽ അതിനെ നമുക്ക് പ്രോമിസറി നോട്ട് എന്ന് പറയാം. ഇനി പ്രോമിസറി നോട്ട് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് പ്രോപ്പർലി ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ. മേക്കർ സൈൻ ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രോപ്പർലി സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ കേസ് ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൻ്റെ കേസിൽ നമ്മളിതിപ്പം എഴുതിയിട്ട് ക്രെഡിറ്റർക്ക് കൊടുക്കുമ്പോൾ അത് വാങ്ങണമെന്ന് നിർബന്ധമില്ല. അക്സെപ്റ്റൻസ് നോട്ട് റിക്വയർഡ്. ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ടു പ്രോമിസറി നോട്ട്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്ട്രാ പീരീഡ് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ 12-ാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കൂടുതലായിട്ട് കൊടുക്കുന്നതിനെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയാം. അപ്പോൾ അത് ഈ കേസിൽ ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഡേയ്സ് ഓഫ് ഗ്രേസ് ഈസ് ദ അഡീഷണൽ 3 days ഗിവൺ ഫോർ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഇറ്റ്സ് പേയ്മെൻറ്റ് നടത്തുന്ന. ഇപ്പം ഞാനൊരു ഡേറ്റ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പറഞ്ഞു 12-ാം തീയതി, അപ്പോൾ 13, 14, 15 3 ദിവസം കൂടെ അഡീഷണലായിട്ട് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് പീരിയഡ് കൊടുക്കുന്നതാണ്. പ്രോമിസറി നോട്ടിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി ഇഫ് ഡേയ്സ് ഓഫ് ഗ്രേസ് എൻഡ് ഇൻ എ പബ്ലിക് ഹോളിഡേ ഇറ്റ് വിൽ ബി ഡ്യൂ ഓൺ ദ പ്രൊസീഡിങ് ബിസിനസ് ഡേ. എന്താ പറയുന്നത്, ഇപ്പോൾ 15-ാം തീയതി ഞാൻ പറഞ്ഞു, 15-ാം തീയതിയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് വെച്ച് നോക്കുമ്പം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പബ്ലിക് ഹോളിഡേ ആണ്, വല്ല സൺഡേ എങ്ങാനും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബിസിനസ് ഡേ എന്നാണോ വർക്കിംഗ് ഡേ, ആ ഡേയിലായിരിക്കും ഇത് ഡ്യൂ ആവുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് ദ ഡേയ്സ് ഓഫ് ഗ്രേസ് എൻഡ് ഇൻ ഹോളിഡേ ഡ്യൂ ടു എമർജൻസി ഇറ്റ് വിൽ ബി ഡ്യൂ ഓൺ ദ നെക്സ്റ്റ് ബിസിനസ് ഡേ. അടുത്ത പറയുന്നത് എന്താ, ഇപ്പോൾ 15-ാം തീയതി എന്ന് പറയുന്നൊരു ഹർത്താലുള്ള ദിവസമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഹർത്താൽ വന്നല്ലേ, എമർജൻസി ഹോളിഡേ ആയതാണ്. അപ്പോൾ പെട്ടെന്നാണ് ഹർത്താലൊക്കെ വന്നതെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേ എന്നാണോ, അടുത്ത ബിസിനസ് ഡേ എന്നാണോ അന്നായിരിക്കും ഈ ബില്ല് ഡ്യൂ ആവുക. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കണേ, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. പ്രോമിസറി നോട്ട് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. നെഗോഷ്യബിലിറ്റി എന്താണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് നല്ലപോലെ കാണുക. അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്ലാസ്സാണ്, അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.